നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സ്ട്രീം 2 വിഭാഗത്തിൽ 1ാം റാങ്ക് നേടി തൃക്കൂർ മതിക്കുന്ന് സ്വദേശിനി CS സവിത. തൊഴിൽ വകുപ്പിൽ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ ക്ലർക്കായി സേവനമനുഷ്ഠിക്കുന്നതിനിടെയാണ് 29-കാരിയായ സവിത KAS 1ാം റാങ്കിന് അർഹയാകുന്നത്. 22ാം വയസ്സിലാണ് സവിത സർക്കാർ സർവീസിൽ കയറുന്നത്. എന്നാൽ സാധാരണ സർക്കാർ ജീവനക്കാരെ പോലെ ദിനചര്യയായി ജോലി ചെയ്യാനോ കാലാകാലങ്ങളിൽ ഉദ്യോഗക്കയറ്റവും ശമ്പള വർധനവും അവസാനം അടുത്തോൺ പറ്റി വിരമിക്കുന്നതിനോടും സവിതയ്ക്ക് അത്ര പ്രിയമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പം കുടുംബവും പഠനവും ഒഴിവു സമയ നേരം പോക്കുകളും ഒരുപോലെ കൈവിടാതിരുന്ന സവിത നേട്ടം കൈവരിക്കുകയായിരുന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ BSc മാത്തമാറ്റിക്സ് പഠിച്ച സവിത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2ാം റാങ്കോടെയാണ് ബിരുദം നേടിയത്. 2019 LDC ആയാണ് സവിത സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നത്. KAS എടുക്കാൻ 2020 ആദ്യ ശ്രമം നടത്തിയിരുന്നെങ്കിലും വിജയിച്ചില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തെ KAS മെന്റർ എന്ന സ്ഥാപനത്തിലെ ഓൺലൈൻ പരിശീലനമാണ് സവിതയ്ക്ക് തുണയായത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് പരീക്ഷ എഴുതിയത്. കഴിഞ്ഞ 24-ന് അഭിമുഖം പൂർത്തീകരിച്ചു. ജോലിയിൽ ഉയർച്ചയും സുരക്ഷിതത്വവും പ്രതീക്ഷിച്ചാണ് ജോലിയോടൊപ്പം KASന് തീവ്രശ്രമം നടത്തിയത്. പൊതുമരാമത്ത് കരാറുകാരനായ ഭർത്താവ് N അഖിൽ വിജയും മാതാവ് വിജയലക്ഷ്മിയും മകൾ ത്രിതനേദിയും അടങ്ങിയതാണ് കുടുംബം. ഭർത്താവായ അഖിലും കുടുംബവും തന്നെയാണ് തന്റെ വിജയത്തിന് തുണയായി നിന്നതെന്ന് സവിത പറയുന്നു. കോടാലി മുരിക്കുങ്ങൽ ശിവന്റെയും ഷീജയുടെയും മകളായ സവിതയ്ക്ക് മലയാളം മെലഡികൾ കേൾക്കുന്നതും പുസ്തകങ്ങൾ വായിക്കുന്നതുമാണ് ഒഴിവു സമയ വിനോദങ്ങൾ. കേരള കോൺഗ്രസ് M ചെയർമാനും മന്ത്രിയുമായിരുന്ന KM മാണിയുടെ 93ാം ജന്മദിനം കാരുണ്യ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് M മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തപസ്യ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ അനുസ്മരണ യോഗം നടത്തി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് കല്ലറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രഭു ചാണാശ്ശേരി അധ്യക്ഷനായിരുന്നു. ബേബി മാത്യു കാവുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ജോണി ഓണപ്പറമ്പിൽ, MJ ഷാജു, വിനു കൂട്ടുങ്കൽ, റോയ് കപ്പിലുമാം തടത്തിൽ, ഷൈജു കുഴിക്കണ്ടത്തിൽ, K പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ മിനി, ശ്രീജ, അതുൽ കൃഷ്ണ, നൂർജഹാൻ നവാസ്, സിബി പൗലോസ്, സിജി രാജേഷ്, സുമ ആന്റണി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. നമസ്കാരം. ഇന്ന് KM മാണി സാറിൻ്റെ ജന്മദിനം. അത് നമ്മൾ കാരുണ്യ ദിനമായിട്ട് ആചരിക്കുകയാണ്. ഇതിനായിട്ട് ഞങ്ങളെ ക്ഷണിച്ച കേരള കോൺഗ്രസിൻ്റെ എല്ലാ സംഘാടകർക്കും ഞങ്ങൾ ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഇവിടെ വന്ന് ഇവരെ കാണാനും ഇവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഞങ്ങളെ ക്ഷണിച്ചു. ഇവർക്ക് വേണ്ട പഞ്ചായത്തിൽ നിന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ സഹായങ്ങൾ വേണമെങ്കിൽ അത് പറഞ്ഞാൽ ഞങ്ങളത് ഉറപ്പ് തരും. എന്തെല്ലാം വകുപ്പുകൾ ഏതെല്ലാം കാര്യങ്ങൾ കിട്ടിയാലും അതെല്ലാം ജനങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാം എന്ന് കാട്ടിത്തന്ന ജനകീയനായ നേതാവ് ശ്രീ KM മാണി സാറ് ധനകാര്യ വകുപ്പ് കിട്ടിയപ്പോൾ ജനങ്ങൾക്ക് എങ്ങനെ എന്തെല്ലാം ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് കാണിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സഹികെട്ടപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഭരണമാറ്റത്തിന് പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടി അദ്ദേഹത്തെ ധനകാര്യ വകുപ്പിൽ നിന്ന് ജലസേചന വകുപ്പിലേക്ക്, അന്ന് ജല വകുപ്പായിരുന്നു, ആ മലിന വകുപ്പിലേക്ക് മാറ്റിയപ്പോൾ എങ്ങനെയാണ് ജലസേചനം ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാമെന്ന് കാട്ടിക്കൊണ്ട് സാമൂഹിക ജലസേചന പദ്ധതി കേരളത്തിലെ 1000-ഓളം പഞ്ചായത്തുകളിൽ 1000-ഓളം സ്കീമുകൾ നടത്തിക്കൊണ്ട് കൃഷിക്കാർക്ക് അത്താണിയായി മാറി. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ച മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിനാണ്. ഒല്ലൂരിൽ KSRTC ബസും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് ഓട്ടോ ടാക്സി ഡ്രൈവർക്ക് പരിക്കേറ്റു. വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ തൃശൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് പുറത്തെടുത്തത്. ഇന്ന് പുലർച്ചെ 6 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. 20 മിനിറ്റോളം വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നയാളെ ഏറെ പാടുപെട്ടാണ് പുറത്തെടുത്തത്. ഒല്ലൂർ പോലീസും രക്ഷാപ്രവർത്തനത്തിന് സ്ഥലത്തെത്തിയിരുന്നു. പരിക്കേറ്റയാളെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ വയോധികനിൽ നിന്നും 78 ലക്ഷം തട്ടിയ കേസിൽ 3 പേരെ പിടികൂടി. കാരളം വെള്ളാനി കായംപുറത്ത് വീട്ടിൽ ആഗ്നേയ് പ്രസാദ്, നാട്ടിക പണിക്കശ്ശേരി എടക്കാട്ട് വീട്ടിൽ സുധീഷ്, തൃപ്രയാർ പുന്നപ്പള്ളി വീട്ടിൽ കാർത്തിക് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സൈബർ പോലീസ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ആഗ്നേയ് പ്രസാദ്, കാർത്തിക് എന്നിവരെ തൃപ്രയാറിൽ നിന്നും സുധീഷിനെ കാക്കാതുരുത്തി എന്ന സ്ഥലത്തു നിന്നുമാണ് പിടികൂടിയത്. പ്രൈമറി ഡിമാറ്റ് ട്രേഡിംഗ് എന്ന പേരിൽ വാട്സപ്പിലുള്ള സന്ദേശങ്ങൾ അയച്ചാണ് തട്ടിപ്പിന്റെ തുടക്കം. തുടർന്ന് ഇദ്ദേഹത്തെ നിർമ്മൽ ബാങ്ക് സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന വ്യാജ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ഗ്രൂപ്പിൽ അംഗമാക്കി. വിപണിയിലെ പ്രൈമറി ട്രേഡിംഗിൽ പങ്കെടുത്താൽ വലിയ ലാഭം കിട്ടുമെന്ന് വിശ്വസിപ്പിച്ച് പ്രതികൾ നൽകിയ ലിങ്ക് വഴി NB ട്രേഡ് എന്ന ഒരു പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചു. 2025 നവംബർ 3 മുതൽ ഈ വർഷം ജനുവരി 9 വരെയുള്ള കാലയളവിനുള്ളിലാണ് പണം നഷ്ടപ്പെട്ടത്. ആപ്പിലെ വ്യാജ കണക്കുകൾ കണ്ട് വിശ്വസ്ത പരാതിക്കാരൻ തന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി 78,22,010 രൂപ പ്രതികൾ നിർദ്ദേശിച്ച വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയച്ചു നൽകി. പണം തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞതും പോലീസിൽ പരാതി നൽകിയതും. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുജിത് PS, സബ് ഇൻസ്പെക്ടർമാരായ ആൽബി തോമസ് വർക്കി, ആന്റണി PT, CPO അജിത് VS, ഡ്രൈവർ CPO അനന്തു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. അടിപിടി കേസിലെ പിടികിട്ടാപ്പുള്ളിയെ അറസ്റ്റ് ചെയ്തു. മതിലകം P വെമ്പല്ലൂർ ചിലമ്പിട്ടിശ്ശേരി വീട്ടിൽ കണ്ണനാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ കോടതി പിടികിട്ടാപ്പുള്ളി വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ജനുവരി 29 കഴുവിലങ്ങിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിമോദ് PM, സബ് ഇൻസ്പെക്ടർ അജയ് S മേനോൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ മിഥുൻ, മുഹമ്മദ് സൻസിൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. തൃക്കൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് സമാപനമായി. ആറാട്ട് ദിനത്തിൽ രാവിലെ അഭിഷേകം, മലർനിവേദ്യം, മഹാഗണപതി ഹോമം, ഉഷനിവേദ്യം, പ്രഭാത പൂജ, ആറാട്ടുബലി ചടങ്ങുകൾ നടത്തി. വൈകിട്ട് ആറാട്ടെഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നു. പഞ്ചവാദ്യവും പാണ്ടിമേളവും അരങ്ങേറി. ആറാട്ടു സദ്യയും ഒരുക്കിയിരുന്നു. തുടർന്ന് നൃത്താഞ്ജലി അവതരണം നടത്തി. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. AISF ജില്ലാ പ്രവർത്തക യോഗം CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. AISF ജില്ലാ പ്രസിഡന്റ് KS അഭിറാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടോക്കാരൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം ലിനി, ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ, AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KA അഖിലേഷ്, എക്സിക്യൂട്ടീവ് അംഗം അർജുൻ മുരളീധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P ശിവപ്രിയ, T അരവിന്ദ് കൃഷ്ണ, അലൻ പോൾ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. മെഡിക്കൽ വിദ്യാർത്ഥി മരിച്ചു. പായലിലാണ് വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥിയും ഇതുപോലെ തന്നെ സൈബർ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥിത്തിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ പ്രതിനിധാനമാണ്. ആ മഹാഭൂരിപക്ഷമായി മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,720 രൂപയും പവന് 1,17,760 രൂപയും രേഖപ്പെടുത്തി.
വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.